എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ പെയ്യുന്നതായിരുന്നു. അതായത് ലൈക്ക് ഒരു വളരെ നാടൻ തനിമയും ഭയങ്കര ഒരു ബ്യൂട്ടിയാണ് മഴയ്ക്ക്, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഡേയിൽ. ഇന്നത്തെ മഴ പെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ടെൻഷനായിരുന്നു. അയ്യോ എൻ്റെ മേക്കപ്പ്, അയ്യോ എൻ്റെ ഹെയർ, അയ്യോ എൻ്റെ കല്യാണ ദിവസം എങ്ങനെ കൊളാവും എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുപാട് മഴയത്ത് ട്രാവൽ ചെയ്തിട്ടുണ്ട്. അപ്പം മഴയത്ത് ട്രാവൽ ചെയ്യാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ മഴ ഭയങ്കര സ്പെഷ്യലാണ് ഞങ്ങളുടെ റിലേഷൻഷിപ്പിനും തുടർന്ന് ലൈഫിലേക്കൊക്കെ ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ മഴ ഉണ്ടായത് ഐ എം വെരി ഹാപ്പി അബൌട്ട് ഇറ്റ്. പക്ഷേ ഹി വാസ് റിയലി എൻജോയിങ് ദാറ്റ് എൻറ്റയർ റെയിൻ. അത് കാരണം കൊണ്ട് തന്നെ ഞാനിവിടെ കിടന്ന് ടെൻഷൻ അടിക്കുമ്പോൾ അവിടെ ഒരാൾ എന്നെ കൂൾ ചെയ്യാനും കുഴപ്പമില്ല, ദിസ് ഈസ് ഫൺ, ദിസ് ഈസ് ഗുഡ് എന്നുള്ള, ദിസ് ഈസ് ബ്ലെസ്സിങ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചത് ആളാണ്. ചേട്ടനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു സീരിയസ് ക്യാരക്ടറാണ്, പക്ഷെ ആള് ഭയങ്കര കെയറിങ് ആണ്. എല്ലാ കാര്യങ്ങളും കൃത്യം ഒരു കാര്യം ഏൽപ്പിച്ചാൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് അച്ഛനെ പോലെ തന്നെ നിന്ന് ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ചേട്ടന്. മീറ്റപ്പിലാണ് ചെറിയൊരു ക്ലാരിറ്റി കുറവുള്ളത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവളെ ആദ്യമായിട്ട് കാണുന്നത് ഞങ്ങൾ വർക്ക് ചെയ്ത സ്പേസ് സെയിം ആയിരുന്നു. അതായത് സെയിം കമ്പനി അല്ലെങ്കിലും ഒരേ സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിലാണ് ഞങ്ങൾ തന്നെ. അവിടെ വെച്ചിട്ടാണ് ഞാൻ അശ്വതിയെ ആദ്യമായിട്ട് കാണുന്നത്. അച്ചുവിനെ പറ്റി പറയാനാണെങ്കിൽ ഷീ ഈസ് നോട്ട് ജസ്റ്റ് മൈ സിസ്റ്റർ. നമ്മൾ ലൈഫ് ലോങ് മുഴുവൻ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് എല്ലാവരും തപ്പിക്കൊണ്ട് പോവുക ഒരു സോൾമേറ്റിനെ ആയിരിക്കും. അപ്പോൾ എപ്പോഴും നോട്ട് നെസസറിലി soulmate might not be the best person you can live your life. ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ചേച്ചിയാണ് ആ ഒരു ഫൺ എലമെന്റ് എനിക്ക് തോന്നുന്നു ചേട്ടൻ്റെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നത്. ഷീ ഈസ് വെരി ഫൺ, വെരി സ്വീറ്റ്. ഇവരെല്ലാരും നമ്മളെ പരിചയമേ പരിണയമേ ഏടൊടുകൊടു നടിച്ചിര ക്ഷണമേ ഈ ബന്ധം ശാശ്വതമന സന്തകമേ చేసామోలే చెరుసగమే చేయాలి ఈ పయనం తోడు నీడై సాక్ష్యంగా నిలవాలి ഇരുവരുമോ ఒకటే మాట. ഞാൻ ആളെ കണ്ട സമയത്തിനേക്കാളും എനിക്ക് സ്പെഷ്യലായിട്ട് തോന്നിയത് ഞാൻ ആദ്യമായിട്ട് പെണ്ണാലോചിച്ച് ഇവിടെ വന്നപ്പോഴാണ്. അതായത് എൻ്റെ പഴയ വീട്ടിൽ അവളെ ഞാൻ കണ്ടിട്ടുണ്ടായില്ല. വന്ന് നിന്ന് ഞങ്ങൾ അച്ഛൻ്റെ കൂടെയൊക്കെ ഒരു അരമണിക്കൂർ സംസാരിച്ചതിന് ശേഷമാണ് ആൾ പുറത്തേക്ക് വന്നത്. അപ്പോൾ ഒരു വിരി മാറ്റിയിട്ട് ഒരു മഞ്ഞ ഓറഞ്ച് ഡ്രസ്സ് ഇട്ട് പുള്ളിക്കാരി ഇങ്ങനെ പുറത്തേക്ക് വന്നു. അവിടെ വെച്ചിട്ടാണ് അച്ചുവിനെ എനിക്ക് തരാമെന്ന് അവളുടെ അച്ഛൻ സമ്മതിക്കണതും പിന്നെ ആ ആളാണ് എൻ്റെ സ്വന്തം ആവുക എന്നുള്ളൊരു റിയലൈസേഷൻ വരുന്നതൊക്കെ അവിടെ വെച്ചിട്ടാണ്.